എപ്പോഴാണ് അനാർക്കയുടെ കണ്ണിക്ക് മറുകെല്ലാം ശ്രദ്ധിച്ചു അതിനെ പറ്റി സോങ്ങുകളൊക്കെ ഉണ്ടാക്കിയല്ലോ. അത് കുറെ ട്രെൻഡിങ് ആയിട്ട് പോയി കുറെ ആൾക്കാർ റീൽസ് ഒക്കെ ഭാഗ്യമായിട്ട് വന്നതാണ്. ആക്ച്വലി എടുത്ത് കളയേണ്ട ഒരു മറുകാണ്. പിന്നെ മറ്റൊരു ബർത്ത് മാർക്ക് പോലെ അതിപ്പോൾ അത് ആക്ച്വലി ഒരു വളരെ ചെറിയൊരു ഏജിൽ വന്നൊരു മറുകാണ്. അത് വലുതായി വരുന്നു. ചിലപ്പോൾ അത് എടുത്ത് കളയണം. ഇല്ലല്ല, ഡിസ്റ്റർബ് അങ്ങനെ ഒന്നുമില്ല. അതെനിക്കൊരു 1 വയസ്സ് പോലെ ഉണ്ട് ആ സാധനം. അത് പണ്ട് തീരെ ചേർത്തായിരുന്നു. പക്ഷേ ഒരു ട്രേഡ് മാർക്ക് ആയല്ലോ അപൂർവമായിട്ട് വരുന്നതല്ലേ. ഭാഗ്യം എന്നാണ് ആൾക്കാർ പറയുന്നത്. ഭാഗ്യം പക്ഷെ പലരും അവോയ്ഡ് ചെയ്യാറാണ് ചെയ്യാറ്. അതുപോലെ കുറെ സെലിബ്രിറ്റീസിനെ വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും അവോയ്ഡ് ചെയ്യും. പക്ഷെ നേരെ തിരിച്ചാണ് ബ്ലോക്ക് ചെയ്യാൻ തോന്നിയത്. പാവന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അവോയ്ഡൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോ ഒക്കെ അവോയ്ഡ് ചെയ്യും. നന്നായിട്ട് പുള്ളി അവോയ്ഡ് ചെയ്യും. പുള്ളി വീഡിയോ ഞാൻ ഫോൺ ഫ്രണ്ടാന്നു. അങ്ങനെ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ ഫോൺ ഫ്രണ്ടാണ്. പുള്ളി എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇന്നലെ അനാർക്കലിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, കുറെ താങ്ക്സ്. അതിനുശേഷം വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് സംസാരിക്കുള്ളൂ. അത് കുറച്ച് സംസാരിക്കുള്ളൂ. അങ്ങനെ കുറേ നേരം സംസാരിച്ച് നമ്മള് ടങ്ങേറാക്കാറില്ല എന്നെ. ഇത് ചോദിക്കാവുന്നതാണോ? അല്ല, വെറുതെ സംഭവം ഒരു പരീക്ഷണം നടത്തിയതാണ്. ചെറുതായിട്ട് പാളി. ശ്രദ്ധിക്കപ്പെട്ടില്ലേ? ഞാനങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അത് കുറച്ച് മൈലേജ് കിട്ടി. സിനിമയ്ക്കാണല്ലോ മൈലേജ് കിട്ടിയത്. അങ്ങനെ കുറച്ചേർക്ക് അങ്ങനെയെ പറ്റി അറിഞ്ഞല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഞങ്ങളുടെയൊക്കെ ഇതില്ലേ ഒരു പ്രതിഷേധവും കൂടെ കാണിക്കുക എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം സ്ത്രീകൾക്ക് എന്തെത്ര ഡ്രസ്സിനാലും ഇപ്പം സ്വാതന്ത്ര്യം എല്ലാവരും പറഞ്ഞ് ആയി വരുന്നുണ്ട്. അതായത് പുരുഷന്മാർ ആ തരത്തിൽ ഡ്രസ്സ് ചെയ്താൽ അവിടെ അതൊരു മോശമായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അല്ലേ? പ്രതിഷേധമൊന്നും ഇല്ലായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വെറുതെ ഒരു ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കാം. സെക്കൻഡ് റീൽ ഇട്ടാൽ തന്നെ 1 മില്യൺ ആ പേജ് പോകുന്നത് കാര്യമാണ്. അതാണ് ഇത്രയധികം ക്യാമറ ആണല്ലേ. വിവാദപരമായ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ഉള്ളൂ. അന്ന് ഞാൻ ടീഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തോന്നുന്നു. ഡ്രസ്സിനനുസരിച്ചാണോ ട്രെൻഡിങ് ആവുന്ന വിചാരിക്കുന്നത്? അത് വിചാരിക്കുന്നില്ല. ഡ്രസ്സിനനുസരിച്ച് ട്രെൻഡിങ് ആവും തോന്നുന്നു അല്ലേ? പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ ഒരു മൂഡനുസരിച്ചിരിക്കും. ഇന്നൊന്നുമില്ല, ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ഇന്ന ഡ്രസ്സിങ് സ്റ്റൈലൊന്നുമില്ല. ഓരോ സിനിമകൾക്കനുസരിച്ച്. അപ്പോൾ ഗഗനേരി ഇങ്ങനത്തെ ഒരു മൂഡായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മന്ദായിരിക്കാൻ ചുരിദാറൊക്കിട്ടുണ്ടല്ലോ. റോബോട്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അത് പേടിക്കുന്ന ഓരോ സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര അതെ, അത് ശരിക്കും പേടിച്ചിട്ടാണ്. ആ ശരിക്കും പേടിച്ചു. ഞാൻ അഭിനയിച്ചെന്ന് വിചാരിച്ചു. ഇതൊക്കെ പേടിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഭയാനകമൊന്നുമല്ല. അതിങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ മുമ്പിലോട്ട് വരുമ്പോൾ പേടിച്ചു.